ഹരിശ്രീഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. സുഗ്രീവനോടരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയ്ക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരുമാത്യ പ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരീ മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത സ്നാത്വാ ജഗാമ രഘുത്തമ സന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജ അന്തർമുദാ പറഞ്ഞാൻ കപിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകം നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയനീനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശത്തെ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവവാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാനതിനില്ലൊരു സംശയം. പ്രീതനായി പോയാലും ആശു മമാജ്ഞയാ. രാജാധിപത്യം നിനക്കു തന്നെ നിനി പൂജ്യനായ ചെന്നഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ. സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥമഭിഷേചയ പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രഭൃതി ചാതുർമാസ്യമാകയാൽ. പിന്നെ വരുഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതനിരിപ്പേടമറിഞ്ഞു വന്നെന്നോട് ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈ സമം. രാമനും പർവ്വതമൂർധനെ ദുഃഖിച്ചു ഭാമിനിയോടു പിരിഞ്ഞു വാഴും വിധൗ. താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമ കാൺക കുമാര നീ. ജാനകീദേവി മരിച്ചിതോ കത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചേതു അറിഞ്ഞതുമില്ലല്ലോ കശിൽ പുരുഷൻ എന്നോട് സംപ്രീതനായി. ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയും ഇഷ്ടനവൻ മമ. എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകീദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെ എടുക്കുന്നതുണ്ടൊരു സംശയമേതുമിതിനില്ല സംശയം. വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതുമിതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിരിക്കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു. ചന്ദ്ര ശീതാംശുക്കളവളെ ചെന്നു മന്ദമന്ദം തലോടി തഥാ വന്നു തടവീടുന്നെയും സാദരം. നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനൻ അത്രേ തുലോം ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ.
അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ ഞാനും ഇങ്ങനെ പാർക്കയില്ലാന്നു സുഗ്രീവനും തേരില്ല തേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖാദിനാഥത്തോടും അഞ്ജനാപുത്ര നീലാംഗദാദ്യൈരഞ്ജസാ വാനരസേനയോടും തഥാ ചാമരേശ്വരതാപത്ര വ്യജനവാൻ സാമരസൈന്യനാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നാമോദമോടു നടന്നു കപീവരൻ. ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചിരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോലലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സംതപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കപീവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികെ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലി ഭവാനേ നുര ചെയ്തു ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴും ആര്യപാദം. സംപൂജ്യരായ സജ്ജനങ്ങളെ, ബാലിയുടെ വധത്തിന് ശേഷം സുഗ്രീവനെ രാജാവാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ കിഷ്കിന്ധകാന്ത്യത്തിലെത്തുമ്പോൾ ഈ വാനരന്മാരുടെ സഹായത്തോടു കൂടിയാണല്ലോ ഇപ്പോൾ സീതാദേവി അന്വേഷിക്കാൻ പോണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീരാമന് സീതാദേവിയെ കൊണ്ടുവരാൻ ഈ വാനരന്മാരെ ആശ്രയിക്കേണ്ടി വന്നേ? എന്തുകൊണ്ട് കുരങ്ങന്മാരുടെ സഹായം എന്താ വേറെ ആൾക്കാരെ പറ്റില്ലേ? അതിൻ്റെ പിന്നിലെ ഒരു കഥയുണ്ട്. ഈ സന്യാസിമാർക്കൊക്കെ ഈ ചാതുർമാസ്യം എന്ന് പറയും. ഇപ്പോൾ തെക്കേമട മൂപ്പൽ സ്വാമിയാർ കേട്ടുണ്ടോ? നമ്മൾ വീട്ടിൽ വന്ന് ഭിക്ഷ കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഈ ചാതുർമാസ്യം എന്ന് പറഞ്ഞാൽ സന്യാസിമാരൊക്കെ വർഷക്കാലം 4 മാസം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് അല്ല പ്രത്യേക വ്യക്തികളുടെ ആശ്രമത്തിലോ ചെന്നിട്ട് 4 മാസം സുഭിക്ഷയായിട്ട് കഴിച്ചു കൂട്ടുന്നൊരു സമ്പ്രദായമുണ്ട്. ചാതുർമാസ്യം എന്നാണ് അതിന് പറയാം. അപ്പോൾ നാരദ മഹർഷിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പർവ്വഹനും കൂടി ചാതുർമാസ്യത്തിന് പുറപ്പെട്ടു. അപ്പോൾ ഇറങ്ങണ വഴിക്ക് തന്നെ നാരദൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യ, നമ്മൾ ഒരുമിച്ച് 4 മാസം താമസിക്കാൻ പോവാം. നമ്മൾ തമ്മിൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പരസ്പരം അറിഞ്ഞിരിക്കണം. ഒരു വ്യത്യാസമില്ല. എനിക്കെന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയണം, എൻ്റെ ദുഃഖം നിന്നോട് പറയണം, നീയും അതുപോലെ തിരിച്ചു പറയണം എന്ന് പറഞ്ഞിട്ടാണ് നാരദനും ശിഷ്യനായ പർവ്വഹനും കൂടി പുറപ്പെട്ടു. ഇവർ ചെന്ന് പെട്ടത് എവിടെയാച്ചുണ്ടോ? രാജാവിൻ്റെ കൊട്ടാരത്തിൽ, വൃഷപർവാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. വൃഷപർവാവിന് തിരുമീത സന്തോഷമില്ലോ. നാരദ മഹർഷിയും ശിഷ്യനും കൂടി തൻ്റെ വീട്ടിൽ ചാതുർമാസ്യം കഴിച്ചു കൂട്ടിയാൽ പറഞ്ഞാൽ അതൊരു പുണ്യ. മഹർഷിമാരുടെ പാദസ്പർശം ഏറ്റാൽ തന്നെ ആ പ്രദേശം വളരെ സന്തോഷത്തിൽ കളിയാടുന്ന പറയാം. അപ്പോൾ രാജാവ് എന്ത് ചെയ്തോർ? വൃഷപർവാവ് തൻ്റെ മകള് ലക്ഷ്മിയുണ്ട്, ലക്ഷ്മിയോട് പറഞ്ഞു, ലക്ഷ്മി, ഈ സന്യാസിമാരെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും എല്ലാം
നീ തന്നെ ഒരുക്കി കൊടുക്കണം പറഞ്ഞു. ലക്ഷ്മി സന്തോഷമായി. അങ്ങനെ രാവിലെ ലക്ഷ്മി ഇവർക്ക് കുളിക്കാനാണെങ്കിൽ വെള്ളം, ഭക്ഷണം കൃത്യസമയത്ത് കൊടുത്തു പോന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാരദ മഹർഷിക്ക് കുളിക്കാൻ ചുടുവെള്ളം, ശിഷ്യന് പച്ചവെള്ളം. നാരദ മഹർഷിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് സ്പെഷ്യലൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ നാരദ മഹർഷിക്ക് തോന്നി, ഇതെന്താ ഈ രാജാവിൻ്റെ മകള് എനിക്കിത്ര സ്പെഷ്യൽ തരണം. അപ്പോൾ നാരദ മഹർഷിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കാമം തോന്നി, ഒരു ഇഷ്ടം. അത് കാമമായിട്ട് മാറിയ. അതായത് ഈ തൻ്റെ കണ്ണുകളും തൻ്റെ ഇന്ദ്രിയങ്ങൾ, തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും അന്ധകരണ ആ മനസ്സ്, നാരദമുനിയുടെ മനസ്സ് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. തന്നോട് ഈ രാജാവിൻ്റെ മകൾ പ്രത്യേകത കാണിക്കുന്നത് തന്നോടുള്ള പ്രേമം കൊണ്ടാണ്, തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പം ഈ കുട്ടിയൊന്ന് കല്യാണം കഴിച്ചാലോ എന്നൊരു തോന്നൽ ആർക്ക്? നാരദ മഹർഷിക്ക്. നാരദ മഹർഷി ഒട്ടും സംശയിച്ചില്ല, നേരെ രാജാവിൻ്റെ അടുത്ത് ചെന്നു. എന്താ നാരദ മഹർഷി, ബുദ്ധിമുട്ടൊന്നുമില്ല? ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനൊരു പ്രത്യേക കാര്യം അറിയിക്കാൻ വന്നതാ. എന്താണ് കാര്യം? ഞാനൊരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുക. നാരദ മഹർഷി കല്യാണം കഴിക്കേ? ആട്ടെ, ഏതാണ് കല്യാണം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ച പെൺകുട്ടി? അങ്ങയുടെ മകൾ തന്നെയാണ്. അതെന്തെങ്ങനെ? അല്ല, ആ കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടേ അന്ന് എനിക്ക് തോന്നി. നാരദ മഹർഷിക്ക് എൻ്റെ മകൾക്ക് അങ്ങയോട് ഒരു അനുരാഗം ഉണ്ടെന്ന് തോന്നിയാൽ എനിക്ക് വിരോധമില്ല. പക്ഷെ ഞങ്ങളുടെ സമ്പ്രദായത്തിൽ സ്വയംവരം നിശ്ചയിക്കണം, രാജാക്കന്മാരെ മുഴുവൻ വിളിക്കണം, എന്നിട്ട് വേണം വിവാഹം. ആയിക്കോട്ടെ, സന്തോഷമായി. നാരദ മഹർഷി പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ചെന്നു, പർവകൻ. എന്താ ശിഷ്യൻ? അല്ല, എനിക്കൊരു കാര്യം ഉണർത്തിക്കാണ്ട്. എന്താണാവോ? അങ്ങയുടെ മകൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അപ്പം ഞാനൊന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിരോധമില്ല, മകൾക്ക് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞ്? അതെ, ഞാനൊരു സ്വയംവരം തീയതി നിശ്ചയിക്കാം, അന്ന് വന്നോളൂ. മകൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങയുടെ കഴുത്തിൽ മാലിടുമല്ലോ. അങ്ങനെ ശിഷ്യനും പോയി. രണ്ടാളും സ്വപ്നം കാണാൻ തുടങ്ങി രാജാവിൻ്റെ മകളെ. രാജാവ് ആ സ്വയംവരത്തിൻ്റെ തീയതി നിശ്ചയിച്ചു. തീയതി നിശ്ചയിച്ചിട്ട് നാരദ മഹർഷിയോടും പറഞ്ഞു, പർവകനോടും പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി ഈ കാര്യം മാത്രം, രാജാവിൻ്റെ മകൾക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന് നാരദ മഹർഷി ശിഷ്യനോടും പറഞ്ഞില്ല, ശിഷ്യനോട് ഇഷ്ടമുണ്ടെന്ന് ശിഷ്യൻ നാരദ മഹർഷിയോടും പറഞ്ഞില്ല. ഇവരെ ചാതുർമാസ്യത്തിന് ഇറങ്ങുമ്പോൾ പറഞ്ഞതെന്താ? സുഖമായാലും സന്തോഷമായാലും പരസ്പരം പങ്കിടണമെന്ന്. അങ്ങനെ അപ്പം നാരദ മഹർഷിക്ക് ഒരു സംശയം, ശിഷ്യനും ഇവിടെ കല്യാണം കഴിക്കാൻ വരുമോയെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ശിഷ്യൻ വന്നാൽ ഈ മാലയായിട്ട് വരുന്ന രാജ്ഞി എൻ്റെ കഴുത്തിലല്ലാണ്ട് ഇവൻ്റെ കഴുത്തിൽ മാല ഇട്ടാലോ? നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു നാരദ മുനി. എന്താ നാരദ മഹർഷി? അല്ല, എനിക്കൊരു ചെറിയൊരു കാര്യമുണ്ട്. എന്താണാവോ? ഞാനൊരു കല്യാണം കഴിച്ചാലോ? നാരദ മഹർഷി കല്യാണം കഴിക്കേ? ആട്ടെ, ഏതാ കുട്ടി? വൃഷഭർവാവിൻ്റെ കൊട്ടാരത്തിലുള്ള മകൾ ലക്ഷ്മിയാണ്. ആട്ടെ, ഇനിയിപ്പോൾ ഞാൻ എന്ത് സഹായം വേണ്ടേ? പറഞ്ഞോളൂ. അപ്പോൾ ഈ സ്വയംവരത്തിന് മാലയായിട്ട് വരുമ്പോൾ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ശിഷ്യൻ പർവകൻ നിൽക്കും. അവൻ്റെ മുഖം കുരങ്ങൻ്റെ മുഖമാക്കണം, വാനരൻ്റെ മുഖമാക്കണം എന്നാ. മഹർഷി പൊക്കോളൂ, ഞാൻ ഏറ്റു. ഈ സ്വയംവരം ഡേറ്റിൻ്റെ 2 ദിവസം മുമ്പ് ശിഷ്യൻ ചെന്നു ആരുടെ അടുത്തേക്ക്? വിഷ്ണുവിൻ്റെ അടുത്തേക്ക്. എന്താ പ്രഭാവിശേഷം? അല്ല, എനിക്ക് അങ്ങേക്കൊണ്ട് ചെറിയൊരു കാര്യമുണ്ടല്ലോ. എന്താ കാര്യമാവോ? ഞാനൊരു കല്യാണം കഴിച്ചാലോ ആലോചിക്കാം, സ്വയംവരം അവിടെ നടക്കുകയാണേ. അതേ, ഇപ്പം ഞാൻ എന്താ വേണ്ടത്? അല്ല, ലക്ഷ്മി മാലയായിട്ട് വരുമ്പോഴേ എൻ്റെ വലതുഭാഗത്ത് ഒരാൾ നിൽക്കുന്നുണ്ടാവും. ആരാ? നാരദ മഹർഷി. അദ്ദേഹത്തിൻ്റെ മുഖം കുരങ്ങൻ്റെ മുഖമാക്കണം, വാനരൻ്റെ മുഖമാക്കണതാ. ആട്ടെ, പൊക്കോളോ. തിരിച്ചു വിട്ടു. അങ്ങനെ സ്വയംവരം ഡേറ്റൊക്കെ തീരുമാനിച്ചു. നാരദ മഹർഷി പുറപ്പെട്ടു, ശിഷ്യനും പുറപ്പെട്ടു. രാജാക്കന്മാരൊക്കെ ഇങ്ങനെ വന്നുകൂടിയുണ്ട്. ആ രാജാക്കന്മാർ 2 നിരയായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങേ സൈഡിൽ ഈ വരണേൻ്റെ നേരെ എതിർഭാഗത്ത് വലത് ഭാഗത്ത് നാരദമുനി നിൽക്കുന്നുണ്ട്, ഇടത് ഭാഗത്ത് ശിഷ്യനും നിൽക്കുന്നുണ്ട്. അതിൽ മാലയിട്ട് ചിരിച്ചുകൊണ്ട് കുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. രാജാക്കന്മാരൊക്കെ നീറ്റിക്കും വരുമ്പോൾ തന്നെ കല്യാണം കഴിയണം വെച്ചിട്ട്. അപ്പം 2 പേരും നടുവിലേക്കാണ് വരുന്നത്.
നാരദ മഹർഷി നാരദ മഹർഷി നല്ല സന്തോഷമായി. അപ്പോൾ നേരെ നാരദ മഹർഷി ശിഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി. ശിഷ്യൻ്റെ മുഖം എന്താ, കുരങ്ങൻ്റെ മുഖമാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ളിൽ ചിരിയുന്നു, സന്തോഷം. ശിഷ്യൻ നാരദമുനിയെ നോക്കി, അവിടെയും വാനരൻ്റെ മുഖം. ഈ അവനവൻ്റെ മുഖം അവനവൻ കാണില്ലോ. അപ്പോൾ ഇവരിങ്ങനെ ചിരിക്കുന്നുണ്ട്. ചിരിച്ചും കൊണ്ട് വരുമ്പോൾ നിൽക്കുമ്പോൾ ലക്ഷ്മി അടുത്ത് വന്നവയ്ക്ക് ഇവരുടെ രണ്ടാളുടെയും പിന്നിലൊരാൾ നിർന്നു. ആരാ? വിഷ്ണു. നേരെ വിഷ്ണുവിനെ മാലങ്ങടെ അണിയിച്ചു. മാലങ്ങടെ അണിയിച്ചപ്പോഴാണ് നാരദ മഹർഷിക്കും ശിഷ്യനും അമളി പറ്റിയത്. ഉടനടി ലക്ഷ്മി ആരുടെയാ? വിഷ്ണുവിൻ്റെയാ. വിഷ്ണു കൊണ്ട് പോയി വയ്ക്കുക. അപ്പം നാരദമുനി ഒരു ശാപം കൊടുത്തു. എന്താ അറിയോ? ഹേ വിഷ്ണു ഭഗവാൻ, ഞങ്ങളെ വാനരൻ്റെ മുഖമാക്കിക്കൊണ്ട് അങ്ങ് ഞങ്ങളുടെ മനസ്സിലുള്ള ആ സന്തോഷം മാറ്റി ലക്ഷ്മിയെ കൊണ്ടുപോയില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അങ്ങയുടെ അവതാരത്തിൽ, അങ്ങയുടെ ആ അവതാര സമയത്തുള്ള ആ യുഗത്തിൽ ഭാര്യയെ കട്ടുകൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വാനരന്മാരുടെ സഹായത്താൽ മാത്രമേ സാധ്യമാകൂ എന്നൊറ്റ ശപഥം കൊടുക്കുക. ആ ശപഥം കൊണ്ടാണ് രാമായണത്തിൽ ശ്രീരാമാവതാരത്തിൽ സീതയെ കട്ടുകൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുവാൻ വാനരന്മാരുടെ സഹായം ആവശ്യപ്പെട്ടെ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ ശപഥം ശരിയായിട്ട് ഇങ്ങനെ വരികയാണ്. അതുകൊണ്ടാണ് ഈ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയപ്പോൾ ഈ കിഷ്കിന്ധ രാജ്യത്തിലെത്തിയിട്ട് സുഗ്രീവനുമായിട്ട് സഖ്യം ഉറപ്പിക്കണം. അങ്ങനെ സുഗ്രീവനെ ഈ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ഇനി അതിലും ഒരു രസമുണ്ട് കേട്ടോ. ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൻ്റെ മൂർത്തിഭാഗം മാത്രമല്ല, രാമായണം ആലോചിച്ച് നോക്കൂ. ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സ് തിയറി പഠിച്ച ആളാണ് ആര്? ശ്രീരാമചന്ദ്രൻ. അതെന്താ? വിത്ത് അവർ ലിമിറ്റഡ് റിസോഴ്സസ് വി വാണ്ട് ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. തിയറിയാണല്ലോ, നമ്മൾ എക്കണോമിക്സിലെ തിയറി പഠിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ വരുമാനം കൊണ്ട് മാക്സിമം സന്തോഷം ലഭിക്കണം തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ രാജ്യത്തിൻ്റെ ഈ മിലിറ്ററി ഫോഴ്സ്, ഡിഫൻസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവാണ് രാജ്യത്തിന്. അപ്പോൾ ശ്രീരാമന് തോന്നി കുരങ്ങന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബോർഡിങ്ങും വേണ്ട, ലോഡ്ജിങ്ങും വേണ്ട. കാരണം ഇവർക്ക് താമസിക്കാൻ വേണ്ട, കുരങ്ങന്മാരല്ലേ ഏതെങ്കിലും മരത്തിൽ കയറി. ഫുഡും വേണ്ട, വല്ല പഴം കഴിച്ച് ജീവിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, കുരങ്ങന്മാരുടെ സഹായത്തോടു കൂടി ഈ യുദ്ധത്തിന് ഡിഫൻസ് ഫോഴ്സ് മുഴുവൻ ആരാ? വാനരന്മാരാ. ആ വാനരന്മാരെ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ചെലവില്ല. അപ്പോൾ രാമായണം വലിയൊരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരെ ആ ചെലവ് പരമാവധി ചുരുക്കി രാജ്യം ഭരിക്കണമെന്നുള്ള വലിയൊരു നീതി കൂടി നമുക്ക് തരികയാണ്. അങ്ങനെ ആ സുഗ്രീവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അംഗദണ്ട് എല്ലാവർക്കും തീരുമാനിച്ചു. അങ്ങനെ വിസ്തരിച്ചു കൊണ്ടുതന്നെ കഴിയാണ്. ഇവിടെ ശ്രീരാമൻ ദുഃഖിതനായിട്ട് കാണപ്പെടുകയാണ്. എങ്ങനെ സീതയെ കൊണ്ടുവരും? അപ്പോഴാണ് ആ സീതാദേവി പഞ്ചവടിയിലിരിക്കണം നേരത്ത് ശ്രീരാമനോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്സംഗം, സജ്ജനുമായിട്ടുള്ള സംഘം കൊണ്ട് ഒരു രാക്ഷസന് ആരായി തീരാം? മഹർഷിയായിട്ട് തീരാം. അതന്നെ രാമായണി. അപ്പോൾ ചോദിക്കുക, ദുർസംഗം കൊണ്ട് എന്താണ്? ദുർസംഗം കൊണ്ട്, ദുർജനങ്ങളുമായ സംഘം കൊണ്ട് ആർക്കെന്തായി മാറാൻ പറ്റും? ഒരു എത്ര വലിയ കേമനാണെങ്കിലും മഹർഷിയാണെങ്കിലും അയാൾക്ക് ആരായിട്ട് മാറാം? കാട്ടാളനായിട്ട് മാറാം എന്നാണ് ആ കഥ പറഞ്ഞു കൊടുക്കുക. അതായത് സംസർഗോ ദോഷഗുണോ ഭവന്തു. അപ്പോൾ രാമായണത്തിൽ തിരിച്ചും മറിച്ചും നമുക്ക് പറയാം, തിരിച്ചും മറിച്ചും പറയാം. കാരണം നമ്മൾ പറയണോ സജ്ജനങ്ങളുമായിട്ട് സംഘന്യ സത്സംഗം. ആ സത്സംഗത്തിലൂടെ നമ്മൾക്ക് മനസ്സിൽ ഉയരാം. ഏത് കാട്ടാളനും ആരായിട്ട് മാറാം? മഹർഷിയായിട്ട് മാറാൻ കഴിയും, സംശയമില്ല. എത്ര വലിയ ഉദ്യോഗസ്ഥനും ദുസ്സംഗം കൊണ്ട് കാട്ടാളനായിട്ട് മാറാം എന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. അതായത് പണ്ട് ഒരു പട്ടാളക്കാരൻ വഴി തെറ്റി വന്നു. ഗംഭീര ഒരു ഘോര വനത്തിൽ അകപ്പെട്ടു. രാത്രി കയ്യിൽ വലിയൊരു വാളുമുണ്ട്, ഒരു തോക്കുണ്ട്.
ഇത് കണ്ട് നദീതീരത്ത് എത്തി. അങ്ങനെ അറിയാണ്ട് വഴി തെറ്റിയൊരു കാട്ടിലകപ്പെട്ടു. കാട്ടിലകപ്പെട്ട പട്ടാളക്കാരെ തിരിച്ചു കൂരാക്കൂരി ഇരുട്ട. എങ്ങനെ ഇനി ഇവിടുന്ന് രക്ഷപ്പെടും, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ അങ്ങകലെ ഒരു ആശ്രമത്തിൽ ഒരു വെളിച്ചം കണ്ടു. ആശ്രമത്തിലെ വെളിച്ചം കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. നേരെ അങ്ങോട്ട് ചെന്നു ആ മഹർഷിയെ കാണുന്നു. മഹർഷിയെ കണ്ട വഴിക്ക് ഞാൻ ഈ വാളൊന്നും ഇവിടെ വെച്ചോട്ടെ. അയ്യോ പറ്റില്ല, ഈ വാൾ ഇവിടെ വച്ചാൽ എനിക്ക് ദോഷ, ഞാൻ മനുഷ്യന്മാരാരും വേണ്ട, ഒക്കെ പൊക്കോളാൻ പറഞ്ഞു. അല്ല ഞാൻ പൊക്കോണ്ട്, പിന്നെന്താ, വാളൊന്നും ഇവിടെ വെച്ചൂടോ. മനുഷ്യന്മാരൊക്കെ ശരിയല്ല, ഒറ്റപ്പെട്ട ജീവിതാസ്വാമി. അങ്ങനെ വാളവിടെ വെച്ചു. വാളവിടെ വെച്ച് പട്ടാളക്കാരൻ പോയി. പിന്നെ വാള് തിരിച്ചു പിടിക്കാൻ വരാൻ പറ്റിയില്ല. കുറെ പിറ്റേ ദിവസം തൊട്ടിന്ന് ഇറങ്ങി. ഈ വാള് കണ്ടപ്പോൾ സന്യാസിക്കൊരു തോന്നൽ, ദിവസം വാളെടുത്ത് തന്നെ കൈകൊണ്ട് പിടിക്കാൻ തുടങ്ങി. പിന്നെ വാള് കുറച്ച് ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കാട്ടിൽ വിറക് പെറുക്കാൻ പോകുമ്പോൾ എന്തായി, ഈ വിറക് ഉപയോഗിക്കാൻ തുടങ്ങി, വാളുകൊണ്ട് കൊത്താൻ തുടങ്ങി. അങ്ങനെ വാളില്ലാണ്ട് സന്യാസിക്ക് ജീവിക്കാൻ പറ്റാണ്ടേ. അങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ പെട്ടെന്നൊരു പാമ്പും കൂടി ചാടി വയ്ക്കി വാളങ്ങോട്ട് കയ്യിൽ വെച്ചു. പാമ്പ് ചത്തു. എൻ്റെ കുറ്റമല്ലല്ലോ, പാമ്പിൻ്റെ കുറ്റല്ലേ. ഒരു ദിവസം ഒരു കാട്ടുപൂച്ച ചാടി, അപ്പോഴും വാളുകൊണ്ട്. അപ്പോൾ ഈ വാളുകൊണ്ട് രക്തം കണ്ട് പിന്നെ ആ സന്യാസി എന്തായി, കുറേശ്ശെ ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വാള് എന്ന് പറയുന്ന ആ ദുസ്സംഗം കൊണ്ടുകൂടി മഹർഷി ആരായിട്ട് മാറുക, നല്ലൊരു കാട്ടാളായി മാറുകയാണ്. അപ്പോൾ സത്സംഗം കൊണ്ട് ഏത് കാട്ടാളനും മഹർഷിയാകാം. അതുപോലെ തന്നെ ദുസ്സംഗം കൊണ്ട് ഏത് മഹർഷിക്കും കാട്ടാളനായി മാറാം എന്നും രാമായണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ.